Good morning, guys. Welcome to Marcus Kitchen. Marcus Kitchen മൾട്ടി കുസീൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ജനുവരി 1-ാം തീയതി പുതുവർഷം. ഞാനിന്ന് ഒരു പുതുപുത്തൻ ഐറ്റവുമായിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അവർക്കും പൊതുവെ അറിയാവുന്ന ഒരു ഐറ്റമാണ്, വളരെ ഫേമസ് ആയിട്ട് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഐറ്റമാണ് അങ്കമാലി പോർക്ക് ഫ്രൈ. അപ്പം അങ്കമാലി പോർക്ക് ഫ്രൈ ഉണ്ടാക്കാനായിട്ട് വേണ്ടുന്ന സാധനങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ആണ്ടുപിറപ്പും 1-ാം തീയതിയൊക്കെ ആയിട്ട് എല്ലാവർക്കും എൻ്റെ പുതുവത്സരാശംസകൾ. ഞാനിന്നിവിടെ എടുത്തിരിക്കുന്ന ഒരു 1.5 കിലോ പോർക്കും അതിന് വേണ്ടുന്ന സാധന സാമഗ്രികളുമാണ് ഇതെല്ലാം. അളവുകളും ചേരുവകളും ഒക്കെ വീഡിയോയുടെ അടിയിൽ ഡിസ്ക്രിപ്ഷനും ഒക്കെ കൊടുക്കുന്നതായിരിക്കും. അപ്പം ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് പോർക്ക് മാരിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യമായിട്ട് പോർക്കിലേക്ക് സ്വല്പം 1 ടീസ്പൂൺ സോൾട്ട് ഇട്ടു, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടു. ഇതിനെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മാരിനേറ്റ് ചെയ്ത പോർക്കിനെ ഞാനൊരു പ്രഷർ കുക്കറിലേക്ക് ഇടുകയാണ്. നല്ല പന്നിയായതുകൊണ്ട് കൂടുതൽ വേവിക്കേണ്ട കാര്യമില്ല. ഒരു നല്ല വിസിൽ വന്നാൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് വിസിൽ ഓഫ് ചെയ്ത് അതിൻ്റെ വെള്ളവും ഫാറ്റും എല്ലാം സ്ട്രെയിൻ ചെയ്ത് കളയണം. കാരണം പന്നിയായതുകൊണ്ട് വളരെ ഫാറ്റുള്ളതാണ്. കുക്ക് ചെയ്യാനായിട്ട് ഞാൻ പ്രഷർ കുക്കറിലോട്ട് കയറ്റുകയാണ്. പന്നിയെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ വേറൊരു പാനിൽ ഞാനൊരു 4-5 തുള്ളി എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് തിരുമ്മിയ തേങ്ങ വറുക്കാനായിട്ട് നല്ലപോലെ വറുത്തെടുക്കാനായിട്ട് പോവുകയാണ്. തേങ്ങ മൂത്ത് വരുന്നതിനോടൊപ്പം ഞാനൊരു 5-6 പീസസ് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എരിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് തേങ്ങയോടൊപ്പം വറുത്തെടുക്കുകയാണ്. അങ്കമാലി സ്പെഷ്യൽ പോർക്ക് ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒരു നല്ലതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇതൊക്കെ പൊങ്കപ്പാട് പെടുന്നതിന് പകരം എനിക്ക് തോന്നുന്നു വീട്ടിൽ ഇടിസംബന്ധി ഉണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ അങ്ങ് അരച്ച് ചേർത്താൽ സംഗതിക്ക് പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാവില്ലെന്ന് എൻ്റെ ഒരു തോന്നൽ. ഇനിവേ ഞാനിപ്പോൾ തൽക്കാലം അത് പരീക്ഷിക്കുന്നില്ല. പരീക്ഷിച്ച് നോക്കാം. വലിയ വ്യത്യാസമൊന്നും വരാൻ വഴിയില്ല. ഏതായാലും പന്നി വേകുന്നതിനോടൊപ്പം തന്നെ നമുക്കതിൻ്റെ മസാല ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് പോകാം. ആദ്യമായിട്ട് വെളിച്ചെണ്ണ. പന്നി ഒരു വിസിലടിച്ചിട്ടുണ്ട്. അപ്പം ഞാനത് അടുപ്പിൽ ഓഫ് ചെയ്യുകയാണ്. നല്ല ചൂടായ ഉടനെ തന്നെ ഞാൻ അതിലേക്ക് കറിവേപ്പിലയും ഒണിയനും ഇട്ടു. ഇതിനി ഒന്ന് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരണം. അതുപോലെ വളർന്നു വരുന്ന നേരം കൊണ്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ട് തേങ്ങ ഞാനൊരു ബ്ലെൻഡറിൽ അരച്ചെടുക്കുകയാണ്. അരച്ചു വെച്ച തേങ്ങ ഞാനൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. മസാല മൂത്ത് വരുന്ന നേരം കൊണ്ട് തേങ്ങ അരച്ചു വെച്ചു. അതോടൊപ്പം തന്നെ തേങ്ങാക്കൊത്ത് ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് സ്വല്പം എണ്ണ ഒഴിക്കുകയാണ്. തേങ്ങാക്കൊത്ത് ഇവിടെ ചുമന്ന് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മസാലയും ഒരുവിധം നല്ലതായിട്ട് വഴന്നു വന്നു. ഇനി ഇതിനെ തീ കുറച്ച് മറ്റ് മസാലകളൊക്കെ ചേർക്കണം. അതിന് മുമ്പായിട്ട് ഒരു ടൊമാറ്റോ ജസ്റ്റ് ചോപ്പ് ചെയ്തെടുത്ത് ഈ ഉള്ളിയോടുകൂടി ഒന്ന് വഴറ്റുകയാണ്. ടൊമാറ്റോ ചെറുതായിട്ടൊന്ന് വഴന്നു വന്നു. അതിനോടൊപ്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുകയാണ്. ഇതിൻ്റെ ഒറ്റ ചുവയെല്ലാം ഒന്ന് മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ മസാലപ്പൊടികളെല്ലാം ചേർക്കണം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 1-1.5 മിനിറ്റ് വഴന്നു കഴിഞ്ഞു. ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, കാശ്മീരി ചില്ലി പൗഡർ, ഫെനൽ പൗഡർ, പെരിഞ്ജീരകപ്പൊടി, മല്ലിപ്പൊടി, 2 പച്ചമുളക് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത്, ഇതെല്ലാമാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ള ചേരുവകൾ. ചെറു ചൂടിൽ
ഇവനെ കരിഞ്ഞു പോകാതെ നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അങ്കമാലി പോർക്ക് ഫ്രൈയുടെ മസാല ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ചു വെച്ച ഫ്രൈഡ് കോക്കനട്ട് ചേർത്തു. ഫ്രൈ ചെയ്ത കോക്കനട്ട് സ്ലൈസ് കോക്കനട്ടും ചേർത്തു. അങ്കമാലി പോർക്ക് ഫ്രൈക്കകത്ത് മെയിനായിട്ട് കോക്കനട്ടാണ് കൂടുതലായിട്ട് ഹൈലൈറ്റായിട്ട് നിൽക്കുന്നത്. വെളിച്ചെണ്ണ, സ്ലൈസ്ഡ് കോക്കനട്ട് ഫ്രൈഡ് ഷ്രെഡഡ് കോക്കനട്ട്, ഗ്രൈൻഡഡ് വൺ. ഇപ്പോൾ മസാല റെഡിയായിട്ടുണ്ട്. ഇനി അതിലേക്ക് വെന്ത പോർക്ക് മാത്രം അതിൻ്റെ ജ്യൂസ് ഇല്ലാതെ എടുക്കുകയാണ്. ഇപ്പോൾ ഫാറ്റും കാര്യങ്ങളുമെല്ലാം വെന്ത വെള്ളത്തിലായിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ഓർക്കുമായിരിക്കും പിന്നെ വെള്ളം കളഞ്ഞാൽ അതിൻ്റെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ രുചി എന്നതാണെന്നുള്ളത്. പക്ഷെങ്കിൽ നമുക്ക് ഹെൽത്തും ഇമ്പോർട്ടൻ്റ് ആണല്ലോ രുചിയോടൊപ്പം. ഏതായാലും നമ്മുടെ അങ്കമാലി പോർക്ക് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പീസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോഴത്തെ ചില വ്ളോഗർമാർ പറയുന്ന പോലെ എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല. എന്നാണേലും കൊള്ളാം. നല്ലപോലെ ഒന്നും കഷ്ടപ്പെട്ടു. ഒരു 1.5 മുതലാണിത്. ന്യൂ ഇയറും ഒക്കെ ആയിട്ട് ഒരു പുതുപുത്തൻ എപ്പിസോഡുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വരയ്ക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. If you like the video, please share, subscribe, like it and give your valuable comments. Thank you for watching. Bye bye. Pork Angamali style fry.